അതിന് നീ നന്നാകണം പ്രിയപ്പെട്ടവരെ. നമുക്ക് നല്ല ഇണകളെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നാം നന്നാകണം. ഇന്ന് അതായത് നല്ല ആളുകളെ വിവാഹം കഴിച്ചാലും ജീവിതത്തിൽ സമാധാനം പോകുന്ന ഓരോ കാലഘട്ടമാണ്. നല്ലവരെ വിവാഹം കഴിച്ചതിന്റെ പേരിലല്ല, നല്ലവനെന്ന് തോന്നിപ്പിച്ച് വിവാഹം കഴിപ്പിക്കുന്ന ആള്. മനസ്സിലായോ? നമുക്ക് പുറമെ ഇപ്പൊ എന്താണ്, എല്ലാ രീതിയിലും എല്ലാം കൊണ്ടും മനോഹരമായ ആളായിട്ട് നമുക്ക് തോന്നും. എല്ലാം കൊണ്ട് അവന് ദീനുണ്ട്, അങ്ങനെയാ മറ്റേതാ മറിച്ച എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളും ഉണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ദീനുണ്ടോ എന്ന് നോക്കേണ്ടത് എവിടെയാണ് പോയി അന്വേഷിക്കേണ്ടത്? ഒന്നെങ്കിൽ ഒരു വിവാഹം നടക്കുമ്പോൾ നാം പോയി അന്വേഷിക്കേണ്ടത് എവിടെയാണ്? ആ പയ്യന്റെ അല്ലെങ്കിൽ അവളുടെ മഹല്ലുകളിലെ ഇമാമിങ്ങളുമായിട്ട് ബന്ധപ്പെടണം. അപ്പൊ അവരെ കുറിച്ച് കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെയാണ് പോയി അന്വേഷിക്കേണ്ടത്? നമ്മുടെ വീടിന്റെ, ആ പെണ്ണിന്റെ ആ പയ്യന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള അയൽവാസികളോട് ചോദിക്കണം അവരെ കുറിച്ച്. അങ്ങനാണെങ്കിൽ ഓക്കെ, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? നീ നല്ലവനാണോ അല്ലയോ എന്ന് നിനക്ക് തിരിച്ചറിയണമെങ്കിൽ ആരോട് ചോദിക്കണം? അത് അയൽവാസികളോട് ചോദിക്കണമെന്ന് ചോദിച്ചാൽ അറിയാമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഈ ഹദീസ്, ഞാൻ എടുത്തിരിക്കുന്ന ഈ ഹദീസ് 4 സൗഭാഗ്യങ്ങളിൽപ്പെട്ട ഒരു സൗഭാഗ്യമാണ് അയൽവാസികൾ. ഇൻഷാ അല്ലാഹ് അതിലേക്കൊക്കെ നമുക്ക് കടക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ദീനുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നാം നല്ലതാകണം. നല്ല പുരുഷന്മാർക്ക് നല്ല സ്ത്രീകളെയും, നല്ല സ്ത്രീകൾക്ക് നല്ല പുരുഷന്മാരെ ലഭിക്കുകയുള്ളൂ എന്ന് വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് നാം നല്ലവരായാൽ നമുക്ക് നല്ല ഇണകളെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. കേട്ടോളൂ, നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു ആയത്താണ്, കേട്ടോളൂ. بسم الله الرحمن الرحيم إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين